Hi all. നമുക്കിന്ന് സെലക്ഷൻ മെനുവിനെ കുറിച്ച് പഠിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളിലെല്ലാം പഠിച്ചിരുന്ന സെലക്ഷൻ ടൂൾസ് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതെല്ലാം സെലക്ഷൻ കമാൻഡുകളെ കുറിച്ചാണ്. കമാൻഡ്സ് എല്ലാം മുകളിൽ സെലക്ട് മെനുവിലാണ് കാണാൻ സാധിക്കും. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് കമാൻഡ് സെലക്ട് മെനുവിൽ ഓൾ എന്ന് പറഞ്ഞ കമാൻഡാണ്. ഓൾ കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലെയറിനകത്തുള്ള എല്ലാ കണ്ടന്റും സെലക്ട് ചെയ്യാൻ വേണ്ടതാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഓൾ എന്നുള്ളൊരു കമാൻഡ് യൂസ് ചെയ്യുന്നത്. അതായത് സെലക്ട് ഓൾ എന്നാണ്. അത് ഒരുവിധപ്പെട്ട എല്ലാ സോഫ്റ്റ്വെയറിലും നമുക്ക് അറിയാവുന്നതാണ് സെലക്ട് ഓൾ എന്നുള്ളൊരു കമാൻഡ്. ഈവൻ പെയിന്റ് എന്ന് പറഞ്ഞ ആ ഒരു സോഫ്റ്റ്വെയറിൽ വരെ നമുക്ക് എന്തുണ്ട്? സെലക്ട് ഓൾ എന്നുള്ളൊരു കമാൻഡ് ഉണ്ട്. കൺട്രോൾ എ ആണ് ഷോർട്ട് കട്ട് വരുന്നത്. നമുക്ക് നോക്കാം. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം? സെലക്ട് ഓൾ എന്നുള്ളൊരു കമാൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കീബോർഡിലെ കൺട്രോൾ എ എന്ന് പ്രസ് ചെയ്യുക. കൺട്രോൾ എ പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ നോക്കി ഈ ഒരു ഡോക്യുമെന്റിന് ചുറ്റുമായിട്ട് ഒരു സെലക്ഷൻ റീജിയൻ കാണിച്ചേക്കുന്നത് കണ്ടോ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന നോക്കുക. ഞാനിവിടെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഞാൻ 3 ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഷേപ്പിനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടോ? സെലക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചേ? ആ 3 ഷേപ്പിന് ചുറ്റും സെലക്ഷൻ വന്നേക്കുന്നത് കണ്ടോ? അപ്പൊ ഇതുപോലെ ഒരു ലെയറിൽ എത്ര ഷേപ്പുകളുണ്ടോ ആ ഷേപ്പിന് ചുറ്റും മൊത്തം നമുക്ക് സെലക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സെലക്ട് ഓൾ എന്നുള്ളൊരു കമാൻഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് കമാൻഡിലേക്ക് പോകാം. സെലക്ട് മെനുവിലെ ഡീസെലക്ട് കമാൻഡ്. ഓക്കെ, ഡീസെലക്ട് കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് എവിടെയെങ്കിലും ആക്റ്റീവായിട്ട് സെലക്ഷൻസ് കിടപ്പുണ്ടെങ്കിൽ സെലക്ഷൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കണ്ടോ ഞാനിപ്പോൾ ഡീസെലക്ട് കമാൻഡ് കൊടുത്തപ്പോൾ ഇതിന് ചുറ്റുമുള്ള സെലക്ഷൻസ് മൊത്തം അവിടുന്ന് എന്തായി? ഡീസെലക്ട് ആയി പോയി. അതിന്റെ ഷോർട്ട് കട്ട് കൺട്രോൾ ഡി ആണ് ഡീസെലക്ട് കമാൻഡിന്റെ ഷോർട്ട് കട്ട്. ഇനി നെക്സ്റ്റ് കമാൻഡിലേക്ക് പോകാം. നെക്സ്റ്റ് കമാൻഡ് എന്ന് പറയുന്നത് റീസെലക്ട് കമാൻഡ്. റീസെലക്ട് കമാൻഡ് മീൻസ് ജസ്റ്റ് ഒരു സെലക്ഷൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിന് ആ സെലക്ഷൻ കുറച്ച് മുമ്പ് ഡീസെലക്ട് കമാൻഡ് കൊടുത്ത് ഡീസെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? ഡീസെലക്ട് ചെയ്തുകൊണ്ടാണ് ആ സെലക്ഷൻ അവിടെ നിന്ന് പോയത്. ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ ആ ഡീസെലക്ട് ചെയ്ത് കളഞ്ഞ സെലക്ഷൻസ് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സെലക്ട് മെനുവിൽ റീസെലക്ട് കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് സെലക്ട് മെനുവിൽ വരുന്നു, റീസെലക്ട് ക്ലിക്ക് ചെയ്യുന്നു. അതിന്റെ ഷോർട്ട് കട്ട് വരുന്നത് ഷിഫ്റ്റ് പ്ലസ് കൺട്രോൾ പ്ലസ് ഡി ആണ് ഷോർട്ട് കട്ട് വരുന്നത്. സോ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ എന്ത് സംഭവിച്ചത്? നമ്മൾ കുറച്ച് മുമ്പ് ഡീസെലക്ട് ചെയ്ത് കളഞ്ഞ സെലക്ഷൻസ് വീണ്ടും അവിടെ ആക്റ്റീവായി വന്നു. സോ അതാണ് എന്ത്? റീസെലക്ട് സെലക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ തൊട്ട് മുമ്പ് ഡീസെലക്ട് ചെയ്ത സെലക്ഷൻസ് ഒരു പ്രാവശ്യവും കൂടെ തിരിച്ച് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സെലക്ട് മെനുവിലുള്ള റീസെലക്ട് എന്നുള്ളൊരു കമാൻഡ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം. അടുത്ത കമാൻഡാണ് ഇൻവേഴ്സ് കമാൻഡ്. ഇൻവേഴ്സ് കമാൻഡ് അതിന്റെ ഷോർട്ട് കട്ട് വരുന്നത് ഷിഫ്റ്റ് പ്ലസ് കൺട്രോൾ പ്ലസ് ഐ ആണ് അതിന്റെ ഷോർട്ട് കട്ട് വരുന്നത്. ഓക്കെ, ഇൻവേഴ്സ് കമാൻഡ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ സെലക്ട് അയക്കുന്നത് എന്താണ്? ഞാൻ ഈ ക്രിയേറ്റ് ചെയ്ത ഷേപ്പിനകത്തുള്ള റീജിയൻ അല്ലേ സെലക്ട് അയക്കുന്നത്. കണ്ടോ കറക്റ്റ് നോക്കുക. ഞാനിപ്പോൾ ഇവിടെ എന്ത് ചെയ്താലും ഈ സെലക്ഷൻ അകത്തേക്കായിരിക്കും അത് എഫക്ട് ചെയ്യുന്നത്. സെലക്ഷന്റെ ഭാഗമല്ലാതെ കിടക്കുന്ന ഏരിയ, അതായത് ഇതിന് ഓപ്പോസിറ്റ് ഏരിയകൾ, ഈ ഏരിയകളിലേക്ക് സെലക്ഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇൻവേഴ്സ് സെലക്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് സെലക്ട് മെനുവിൽ ചെന്നു, നമ്മളിവിടെ ഇൻവേഴ്സ് സെലക്ഷൻ കൊടുത്തു. ഇൻവേഴ്സ് സെലക്ഷൻ കൊടുത്തപ്പോൾ കണ്ടോ ഇനി ചുറ്റുമുള്ള ഏരിയ എന്തായി? സെലക്ട് ആയി. ഇപ്പോൾ ഇന്ന് സെലക്ഷൻ റീജിയൻ എന്ന് പറഞ്ഞ ഈ ഏരിയ ആണ്, ഈ കാണുന്ന ഈ ഒരു റീജിയൻ ആണ് നമ്മുടെ ആക്റ്റീവ് സെലക്ഷൻ റീജിയൻ എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ. ഇതുണ്ട്, ഇത് അല്ലാതെ ഇതല്ല, ഈ ഒരു ഏരിയ അല്ല, ഇത് സെലക്ഷന് പുറത്തുള്ള ഏരിയ ആണ്. ഇപ്പോൾ സെലക്ഷൻ അകത്തുള്ള ഏരിയ തന്നെ ഈ ഏരിയ ആണ്, നമ്മൾ തൊട്ട് മുമ്പ് സെലക്ട് ചെയ്യാത്ത ഈ ഏരിയ. ഓക്കെ, സോ അതാണ് നമ്മുടെ ഇൻവേഴ്സ് സെലക്ഷൻ എന്ന് പറയുന്നത്. കറന്റ്ലി ആക്റ്റീവ് ആയി കിടക്കുന്ന സെലക്ഷന്റെ ഓപ്പോസിറ്റ് ഏരിയ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇൻവേഴ്സ് സെലക്ഷൻ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഷോർട്ട് കട്ട് ഷിഫ്റ്റ് പ്ലസ് കൺട്രോൾ പ്ലസ് ഐ ആണ് അതിന്റെ ഷോർട്ട് കട്ട് വരുന്നത്. സോ ഇത്രയാണ് നമ്മുടെ സെലക്ട് മെനു നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അതായത് ഓള്, ഡീസെലക്ട്, റീസെലക്ട് ആൻഡ് ഇൻവേഴ്സ്. ജസ്റ്റ് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. ദെൻ ഇതിന്റെ ഷോർട്ട് കട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക. കാരണം നിങ്ങളുടെ വർക്ക് കുറച്ചും കൂടെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത്രയാണ് നമുക്ക് സെലക്ട് മെനുവിൽ അറിഞ്ഞിരിക്കേണ്ട കമാൻഡുകൾ എന്ന് പറയുന്നത്. സോ നമുക്കിനി അടുത്ത ടൂൾ പഠിക്കാം. നമ്മളിപ്പോൾ പഠിച്ചു നിർത്തിയത് ഇൻവേഴ്സ് വരെയാണ്. ഇനി നമുക്ക് സെലക്ട് ചെയ്യുന്ന ആ ഒരു ടൈമില് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമാൻഡ് ഉണ്ട്. അത് ഫെദർ എന്നാണ് കമാൻഡിന്റെ പേര്. അത് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് സെലക്ഷൻ എഡ്ജസ് സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫെദർ എന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. സോ ആ ഫെദർ കമാൻഡ് കിടക്കുന്നത് ഇവിടെ സെലക്ട് മെനുവിൽ മോഡിഫൈക്കകത്താണ്. ഇവിടെ ഒരു ആക്റ്റീവ് സെലക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ മോഡിഫൈ മെനു ആക്റ്റീവ് ആകാത്തത്. സോ ഞാനൊരു സെലക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്.
ഒരു സെലക്ഷൻ ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു. ഇത്ര ഏരിയ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇമേജിന്റെ ഇത്ര ഏരിയ എനിക്ക് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ഇത്ര ഏരിയ എനിക്ക് കട്ട് ചെയ്ത് വേറൊരു ഡിസൈനിലേക്ക് കൊണ്ടുപോയിടണം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു റെക്ടാംഗിൾ ഷേപ്പിൽ ഞാനൊരു സെലക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ സെലക്ട് മെനുവിൽ എന്തുണ്ട്, മോഡിഫൈക്കകത്ത് ഫെദർ ഉണ്ട്. അതിന്റെ ഷോർട്ട് കട്ട് വരുന്ന ഷിഫ്റ്റ് പ്ലസ് F6 ആണ്. സോ ഞാൻ ആ ഫെദർ വാല്യൂ ഇവിടെ ആഡ് ചെയ്യാൻ പോവുകയാണ്. ആ ഫെദർ വാല്യൂ ഞാൻ ഇവിടെ ആഡ് ചെയ്ത സമയത്ത് ഇവിടെ എന്ത് കിട്ടി, നമുക്ക് ഫെദർ സെലക്ഷൻ എന്നുള്ളൊരു വിൻഡോ കിട്ടി അല്ലെ, ഫെദർ സെലക്ഷൻ വിൻഡോ. സോ ഞാൻ ഇവിടെ ഇതിന്റെ റേഡിയസ്, ഫെദറിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫെദറിന്റെ റേഡിയസ് ആണ്. ആ റേഡിയസ് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. അപ്പോൾ ഫെദർ നമുക്ക് എത്രത്തോളം വേണം എന്നുള്ളതിനനുസരിച്ച് വേണം നിങ്ങൾ ഫെദറിന്റെ റേഡിയസ് കൊടുക്കാനായിട്ട്. ഞാൻ ഇവിടെ 15 കൊടുക്കുവാണ്. 15 കൊടുത്തു. ഞാൻ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്ത ശേഷം ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ആ ഷാർപ്പായിട്ടുള്ള റെക്ടാംഗിൾ എന്തായി, ഇതിന്റെ കോർണേഴ്സ് എന്തായി, റൗണ്ട് ആയിട്ടുണ്ട്. ദാറ്റ് മീൻസ് അവിടെ ഫെദർ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഇതിന് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. സോ ഞാൻ ഇവിടെ ഡിലീറ്റ് കീ പ്രസ് ചെയ്യുകയാണ്. ഡിലീറ്റ് കീ പ്രസ് ചെയ്യുമ്പോൾ നോക്കുക, ഇത് കണ്ടോ, ഈ എഡ്ജസ് നോക്കിയേ, ഷാർപ്പ് എഡ്ജസ് ആണ് ഇവിടെ വന്നേക്കുന്നത്. അല്ല, ഇതിന്റെ എഡ്ജുകൾ എല്ലാം എന്താണ്, സോഫ്റ്റ് ആയിട്ടാണ് ഡിലീറ്റ് ആയി പോയേക്കുന്നത്. സോ ഫെദർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, നമ്മളൊരു സെലക്ഷൻ ക്രിയേറ്റ് ചെയ്ത ശേഷം ആ സെലക്ഷന്റെ എഡ്ജസ് സോഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫെദർ എന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. ഫെദർ പ്രോപ്പർട്ടിയിൽ റേഡിയസ് ആണ് വരുന്നത്. ആ റേഡിയസ് നമുക്ക് ഇഷ്ടമുള്ള റേഡിയസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ കൊടുത്തത് 15 ആണ്. ഇപ്പൊ ഞാൻ കുറച്ചും കൂടെ റേഡിയസ് കൂട്ടി കൊടുത്ത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചും കൂടെ. സെലക്ഷൻ ഇവിടെ ഉണ്ട്, സെലക്ട് മെനുവിൽ വരുന്നു, മോഡിഫൈക്കകത്ത് ഫെദർ. ഓക്കെ, ഞാനിവിടെ ഫെദർ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ വാല്യൂ ഞാൻ 50 കൊടുക്കുകയാണ്. ഓക്കെ, 50 കൊടുത്ത് ഞാൻ ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്ത് ഞാൻ ഇവിടെ ഡിലീറ്റ് ചെയ്യുവാണ്. ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് കണ്ടോ, ഇതിന്റെ എഡ്ജുകൾ മൊത്തം എന്തായി, സോഫ്റ്റൻ ആയി, അതായത് ഫെദർ ആയിട്ടുണ്ട്. സോ ഈ ഒരു ഏരിയയിലാണ് കൂടുതൽ ഏരിയ ഡിലീറ്റ് ആയി പോയേക്കുന്നത്. ഇവിടെയൊക്കെ ഫെദർ ആയേക്കുന്നതുകൊണ്ടാണ് ഇവിടെ ബ്ലെൻഡ്, അതായത് സോഫ്റ്റ് ആയിട്ട് ഒരു ബ്ലെൻഡ് ചെയ്തേക്കുന്ന പോലെ ഔട്ട്പുട്ട് വന്നേക്കുന്നത്. സോ അതാണ് എന്ത്, ഫെദർ എന്ന് പറഞ്ഞ ആ ഒരു പ്രോപ്പർട്ടിയും കൊണ്ടുള്ള യൂസ്. ഫെദർ ആഡ് ചെയ്ത് ഒരു ഇമേജിൽ നിന്ന് ഒരു പോർഷൻ കട്ട് ചെയ്ത് കളയാനും അതുപോലെ തന്നെ ഈ ഒരു ഏരിയ നമുക്ക് കട്ട് ചെയ്ത് വേറൊരു ഇമേജിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാനുമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അല്ലെ. കട്ട് ചെയ്ത് വേറൊരു ഡോക്യുമെന്റിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുന്ന കാര്യം കൂടെ കാണിച്ചു തരാം. അതിലും കൂടെ ഉള്ള ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. സോ ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്തതാണ് കാണിച്ചു തന്നത്. ഇനി അതുപോലെ തന്നെ ഞാൻ ഇത്ര ഏരിയ എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു അല്ലെ. കട്ട് ചെയ്യാനെങ്കിൽ എഡിറ്റ് മെനുവിൽ കട്ട് ഉണ്ട്. സോ എഡിറ്റ് മെനുവിലെ കട്ട് കമാൻഡ് നിങ്ങൾ യൂസ് ചെയ്യുക. യൂസ് ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, പുതിയൊരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുക. പുതിയ ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഫയൽ മെനുവിൽ ന്യൂ ക്ലിക്ക് ചെയ്യുക. ഫയൽ മെനുവിൽ ന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു ഡോക്യുമെന്റ് ഡയലോഗ് ബോക്സ് വരും. അവിടുന്ന് ഞാൻ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുവാണ്. ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ആ കട്ട് ചെയ്ത ആ ഒരു പോർഷന്റെ അതേ സൈസിലായിരിക്കും നമുക്ക് ഇവിടെ വിഡ്ത്തും ഹൈറ്റും വന്നേക്കുന്നത്. സോ ഞാനിത് മാറ്റി വെബ് ആക്കുന്നു. വെബ് ലാർജ് എന്നുള്ള റെസൊല്യൂഷൻ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പുതിയൊരു ഡോക്യുമെന്റ് വിൻഡോ വന്നു. ഞാൻ ഇതിനകത്തേക്ക് അത് പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. സോ പേസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എഡിറ്റ് മെനുവിൽ എന്തുണ്ട്, പേസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, പേസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഇതിന്റെ എഡ്ജ് എങ്ങനെയായിട്ടുണ്ട്, ഫെദർ ആയിട്ടുണ്ട്. സോ ഇതുപോലെ ആയിരിക്കും നമ്മൾ ഫെദർ കൊടുത്ത ശേഷം ഒരു ഇമേജിൽ നിന്ന് കുറച്ച് ഏരിയ കട്ട് ചെയ്ത് പുതിയൊരു ഡോക്യുമെന്റ് കൊണ്ട് പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത്. അപ്പം നമുക്ക് ഫെദറിന്റെ വാല്യൂ ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ആ കൊടുത്ത റേഡിയസ് 25 എന്നുള്ളത് 5, 10, 3 ഒക്കെ ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നല്ല ഷാർപ്പ് ആയിട്ടാണ് എഡ്ജ് വേണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഫെദർ കൂട്ടി കൊടുക്കരുത്. ഒരു 1 or 2 ഒക്കെ ഇട്ട് കൊടുത്ത് യൂസ് ചെയ്യുക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫെദർ കൊടുക്കും തോറും നമ്മൾ കട്ട് ചെയ്ത ആ ഒരു പോർഷന്റെ എഡ്ജിലെ സോഫ്റ്റ്നെസ് വളരെ കൂടുതലായിട്ട് വരും. സോ നമുക്കൊരു ഒരു ഷാർപ്പ് എഡ്ജ് ഒരിക്കലും കിട്ടില്ല. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളൊരു ഇമേജിൽ നിന്ന് ഫെദർ ആഡ് ചെയ്ത് ഒരു പോർഷൻ കട്ട് ചെയ്ത് വേറെ ഡോക്യുമെന്റിൽ പേസ്റ്റ് ചെയ്യുന്നത്. സോ പേസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഞാനൊരു സെലക്ഷൻ ക്രിയേറ്റ് ചെയ്ത് ആ സെലക്ഷന് ഫെദർ ആഡ് ചെയ്ത് കളർ ഫിൽ ചെയ്ത് കാണിച്ചു തരാം. സോ ആ ഒരു ഡിഫറൻസും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന പുതിയൊരു ലെയർ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെ. ലെയർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ലെയർ വിൻഡോയിൽ ക്രിയേറ്റ് എ ന്യൂ ലെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ഞാൻ ഇവിടെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ റെക്ടാംഗുലർ മാർക്ക് ടൂൾ എടുക്കുന്നു. റെക്ടാംഗുലർ മാർക്ക് ടൂൾ എടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മുകളിൽ ഫെദർ എന്നുള്ളൊരു പ്രോപ്പർട്ടി കാണാം കേട്ടോ. ഇപ്പൊ ഞാനിത് പറയുന്നില്ല, ഞാൻ സെലക്ട് മെനുവിൽ ഫെദർ കഴിഞ്ഞിട്ട് ഇത് പറഞ്ഞുതരാം. കഴിഞ്ഞാൽ രണ്ടും സെയിം തന്നെയാണ്. സെലക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ആ സെലക്ഷൻ ക്രിയേറ്റ് ചെയ്ത ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഫെദർ ആഡ് ചെയ്യാൻ പോവാണ്. സോ ഫെദർ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് യൂസ് ചെയ്യുക, സെലക്ട് മെനുവിൽ മോഡിഫൈയിൽ ഫെദർ അല്ലെങ്കിൽ ഷിഫ്റ്റ് F6 പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ ഫെദർ റേഡിയസ് 50 കൊടുക്കുന്നു അല്ലെ. ഞാനൊരു 25 കൊടുക്കുകയാണ്. 25 കൊടുക്കുന്നു. ഇവിടെ ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുത്ത ശേഷം ഞാൻ ഇനി കളർ ഫില്ല് ചെയ്യാൻ പോവുകയാണ്. കളർ ഫില്ല് ചെയ്യണമെങ്കിൽ ഇവിടെ ടൂൾ ബോക്സിൽ ഏറ്റവും താഴെ നമുക്ക് 2 കളർ കിടപ്പുണ്ട്, ഫോർഗ്രൗണ്ടും
ബാക്ക്ഗ്രൗണ്ടും. സോ ഞാൻ ഈ മുകളിൽ കാണുന്ന ഫോർഗ്രൗണ്ട് എന്ന കളറാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. സോ ആ ഫോർഗ്രൗണ്ട് കളർ ഫില്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് യൂസ് ചെയ്യുക? കീബോർഡിലെ Alt+Delete എന്ന ഷോർട്ട് കട്ട് യൂസ് ചെയ്യുക. ആ ഫോർഗ്രൗണ്ട് കളർ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് കണ്ടോ? ഈ എഡ്ജ് നോക്കി നിങ്ങൾ, ഈ എഡ്ജ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ എഡ്ജിനകത്ത് വരുന്ന ഷാർപ്നെസ് ഇല്ല അല്ലെ? അതെന്താണ്? വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇവിടെ കളർ ഫില്ല് ചെയ്ത് വന്നേക്കുന്നത്. ദാറ്റ് മീൻസ് ഈ എഡ്ജുകൾ ഫെദർ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫെദർ ആഡ് ചെയ്ത ശേഷം നമ്മൾ കളർ ഫില്ല് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് ആണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒരു കാര്യം കൂടെ പറയാം. ഈ സെയിം ഫെദർ എന്നുള്ള ഒരു പ്രോപ്പർട്ടി തന്നെ എവിടെയുണ്ട്? സെലക്ഷൻ ടൂൾ എടുക്കുമ്പോൾ മുകളിൽ കിടപ്പുണ്ട്. സോ ഈ ഒരു സെലക്ഷൻ ടൂൾ എടുത്ത് നിങ്ങൾ ഫെദർ ആഡ് ചെയ്താണ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും കമാൻഡ് കൊടുത്ത പോലെ സെലക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടല്ല അത് കൊടുക്കേണ്ടത്. ആ സെലക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഫെദർ കൊടുത്തോണം. അതായത് സെലക്ഷൻ ടൂൾ എടുക്കുക, സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഈ ഫെദറിൽ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. എത്രയാണ് പിക്സൽ വേണ്ടതെന്നുള്ള എന്ത് ചെയ്യുക? ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഫെദർ വാല്യൂ അവിടെ ആഡ് ആയി കിട്ടും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്ത് ഇവിടെ ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്ത് വിടുമ്പോൾ കണ്ടോ ഇതിന്റെ എഡ്ജ് റൗണ്ട് ആയിട്ടുണ്ട്. ദാറ്റ് മീൻസ് അവിടെ ഫെദർ എന്നുള്ളൊരു കമാൻഡ് അപ്ലൈ ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് കളർ ഫില്ല് ചെയ്ത് നോക്കുക, സെയിം ഔട്ട്പുട്ട് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഫെദറിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ കേട്ടോ. സോ അപ്പം ഇത്രയാണ് നമുക്ക് സെലക്ട് മെനുവിൽ നമുക്ക് പഠിക്കേണ്ട കമാൻഡുകളും വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.